മുഹമ്മദ് ആമിർ ക്രിക്കറ്റ് പ്രേമികൾ അത്ര വേഗം മറക്കാത്ത പേരുകളിൽ ഒന്നാണ് മുഹമ്മദ് ആമിറിൻ്റെത്. കാരണം പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന് വേണ്ടി ഒരു ടീനേജ് ബോയ് ആയിട്ട് അരങ്ങേറി വളരെ മനോഹരമായിട്ടുള്ള ബോളിംഗ് പ്രകടനം വെച്ച് ടെസ്റ്റിലും ഏകദിനത്തിലും അപാരമായിട്ടുള്ള റെക്കോർഡ് വളരെ ചെറിയ കാലം കൊണ്ട് ഉണ്ടാക്കിയ ശേഷം ഒരു കോഴ വിഭാഗത്തിൽപ്പെട്ട് പുറത്തേക്ക് പോയ മുഹമ്മദ് ആമിറിന് 5 വർഷം വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. 5 വർഷം അല്ലായിരുന്നു, പുള്ളിക്ക് ഒരു ലൈഫ് ടൈം ബാനൊക്കെ ആയിരുന്നു. പിന്നെ 5 വർഷമായിട്ട് പിന്നെ പ്രായത്തിൻ്റെ കൺസിഡറേഷനൊക്കെ കൊടുത്ത് പുള്ളിയെ ക്ഷമിച്ചു. അങ്ങനെ 5 വർഷത്തിന് ശേഷം കളിക്കളത്തിലേക്ക് തിരികെ വന്ന് തൻ്റെ ആ വേഗത കൊണ്ട് പിച്ചിൽ തീ പടർത്താൻ പുള്ളിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പുള്ളി വീണ്ടും എങ്ങനെയോ ഡിസപ്പിയർ ആയി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ മുഹമ്മദ് ആമിറിനെ പോലുള്ള തീപ്പരി ബോളർമാർ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമായേനെ. ആദ്യത്തെ സീസണിൽ പാകിസ്ഥാൻ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ പാകിസ്ഥാൻ താരങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയതിന് ശേഷം ഒരേ ഒരു പാകിസ്ഥാൻ താരം മാത്രമേ IPL കളിച്ചിട്ടുള്ളായിരുന്നു, നമ്മുടെ പഞ്ചാബിൽ കളിച്ച അസർ മഹമ്മൂദ്. പുള്ളി ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ് എടുത്ത ശേഷമാണ് IPL കളിച്ചത് പഞ്ചാബിന് വേണ്ടിയിട്ട്. ഇനി എന്തായാലും വരാൻ പോകുന്ന സീസണിൽ ബ്രിട്ടീഷ് പൗരത്വം എടുത്തിട്ട് നമ്മുടെ മുഹമ്മദ് ആമിറും IPL കളിക്കാൻ തയ്യാറാവുകയാണ്. അത് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ IPL കളിക്കാൻ തയ്യാറാണ്, അതിനു വേണ്ടിയിട്ടുള്ള പ്രൊസീഡിങ്സിലേക്ക് പോവുകയാണെന്ന്. പുള്ളി ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ് എടുത്തിട്ട് IPL അപ്ലൈ ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. മീൻസ് രജിസ്റ്റർ ചെയ്യും എന്നുറപ്പാണ്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ടീമുകൾ പുള്ളിയെ കൺസിഡർ ചെയ്യുമോ എന്നുള്ള ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ഏതായാലും ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ് എടുത്തിട്ട് മുഹമ്മദ് ആമിർ IPL കളിക്കാൻ തയ്യാറാവുകയാണ് എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. ദെൻ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി ഇവിടുത്തെ ഫ്രാഞ്ചൈസികൾ തീരുമാനിക്കും.